പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു കഥയാണ്. സംഭവം നടന്ന കഥയാണ്. എൻ്റെ അപ്പച്ചമാരും എൻ്റെ ചിറ്റപ്പന്മാരും ഒക്കെ എന്നോട് പറഞ്ഞു തന്ന ഒരു കഥയാണ്. അത് എനിക്ക് വളരെ കോമഡി ആയിട്ട് തോന്നി. നിങ്ങൾക്ക് അതെങ്ങനെയാണ് തോന്നുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങളെന്തായാലും ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കൂ. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, എൻ്റെ ചിറ്റപ്പനും അപ്പച്ചിമാരൊക്കെ പണ്ട് കുട്ടികളായിരുന്ന സമയത്ത് നമ്മൾ അങ്ങാടി മാർക്കറ്റിലൊക്കെ പോകുമല്ലോ. മാർക്കറ്റിൽ പോകുന്ന സമയത്ത് അവരെല്ലാവരും കൂടിയായിരുന്നു അന്ന് പോയിക്കൊണ്ടിരുന്നത് മാർക്കറ്റുകളിലേക്ക്. അപ്പം പോയിക്കൊണ്ടിരുന്ന സമയത്ത് കറി വെക്കാൻ മേടിക്കും, അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങിക്കും. കുറേ സാധനങ്ങൾ അങ്ങോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ട് കൊടുത്തിട്ടാണ് പിന്നെ സാധനങ്ങൾ വാങ്ങുന്നത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരുന്നു അന്നൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വീട്ടിൽ ഗോതമ്പ് പൊടിപ്പിക്കാനായിട്ട് ചിറ്റപ്പനും അപ്പച്ചിയും കൂടി പോയി. ഗോതമ്പ് പൊടിപ്പിക്കാനായിട്ട് അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു പൊടിപ്പിക്കുന്ന ഒരു സ്ഥലത്താണ് പോകുന്നത്. അപ്പം അന്ന് പണ്ടത്തെ ഇതെന്ന് പറഞ്ഞാൽ പൊടിപ്പിക്കുന്നത് വലിയൊരു കോളാമ്പ് പോലത്തെ ഒരു സാധനത്തിൽ ഈ ഗോതമ്പെല്ലാം കൂടി ഇട്ടിട്ട് അവിടെ പൊടിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ഇവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കടക്കാരൻ ഇങ്ങനെ വളരെ ഗൗരവത്തിലാണ് നിൽക്കുന്നത്. ഈ കുട്ടികളാണല്ലോ ഇവർ. അപ്പോൾ ഇവരോട് ചോദിച്ചു, പൊടിപ്പിക്കാൻ വന്നാണോ? അതെ പൊടിപ്പിക്കാൻ വന്ന. ശരി, നിങ്ങളുടെ ഗോതമ്പ് അങ്ങോട്ട് മാറ്റി വെക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചിറ്റപ്പനും അപ്പച്ചനും കൂടി നേരെ ഗോതമ്പെടുത്ത് മാറ്റി വെച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ കുറച്ച് പൊടിപ്പിച്ച് ബാക്കിയുള്ളവരെയൊക്കെ പൊടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ സമയമായി ഇങ്ങനെ കൊണ്ടുവന്നത്. അപ്പോൾ ഇവർ ഗോതമ്പെടുത്ത് കൊടുത്തു. അന്ന് ഏതാണ്ട് 10 കിലോയുടെ അടുത്ത് കാണും ഗോതമ്പ്. അന്നൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന സമയമാണ്. അപ്പോൾ കൊടുത്ത് ഈ ഗോതമ്പെടുത്ത് ഈ കോളാമ്പി പോലത്തെ സാധനത്തിലേക്ക് ഇടുന്നതിന് മുമ്പായിട്ട് ഇവരോട് ചോദിച്ചു, അതെ, നിങ്ങളുടെ വീട്ടിൽ എന്താണ് സാധാരണ ഉണ്ടാക്കുന്നത്? അപ്പമാണോ, അടയാണോ, ഉണ്ടയാണോ, എന്താണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ വളരെ ജിജ്ഞാസയോടുകൂടി ഇങ്ങനെ എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ മിക്കവാറും ഉണ്ടയാണ് ഉണ്ടാക്കുന്നത്, മിക്കവാറും ഉണ്ട തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഈ കടക്കാരൻ ഈ സാധനങ്ങളെല്ലാം കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ടേച്ചു. ഈ കോളാമ്പ് പോലത്തെ ഒരു സാധനത്തിലേക്ക് ഇട്ടേച്ചു. അവിടെ നിന്നാണല്ലോ പൊടിപ്പിച്ച് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആ സാധനത്തിലേക്ക് സഞ്ചിയിൽ നിന്ന് ഈ ഗോതമ്പെടുത്ത് ഇട്ടേച്ചും, നിങ്ങളങ്ങോട്ട് മാറി നിൽക്കുക, എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്. ഉണ്ടയ്ക്കാണെന്നല്ലേ പറഞ്ഞു എന്ന് പറഞ്ഞു. അതെ, ഉണ്ടയ്ക്ക് മിക്കവാറും ഉണ്ടയാണ് ഉണ്ടാക്കണമെന്ന് പറയും. ഉടനെ ഈ വലിയ കോളാമ്പിക്കകത്തേക്ക് ഈ കടക്കാരൻ ഇങ്ങനെ മുങ്ങിയെടുത്ത് വെച്ചിട്ട് നേരെ താഴത്തേക്ക് നോക്കി ഇങ്ങനെ പറയാണ്, ഉണ്ടക്കാണ് കേട്ടാ, ഒന്ന് അറിഞ്ഞ് കൈകാര്യം ചെയ്തോണം എന്ന് യന്ത്രത്തിനോട് പറഞ്ഞ്. അപ്പോൾ ഇവർ കുട്ടികളാണല്ലേ, ഇവർ വിചാരിച്ചു ശരിക്കും അങ്ങനെ അകത്തിരുന്ന് വല്ലൊരു ഉണ്ടക്കായിട്ട് അല്ലെങ്കിൽ അപ്പത്തിനായിട്ട് അല്ലെങ്കിൽ ദോശക്കായിട്ട് പ്രത്യേകം അവിടുന്ന് പൊടിപ്പിച്ച് ഇറങ്ങണമെന്നുള്ള ചിന്തയിൽ ഇവർ ഇരിക്കുകയാണ് കുട്ടികൾ. അപ്പോൾ അന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് വളരെ അറിവും ഇതൊന്നുമില്ല, കാര്യങ്ങളുമില്ല. അപ്പോൾ ഇവർ ഓർത്ത് ഇത് ശരിയായിരിക്കുമെന്ന്. ഈ കടക്കാരനെ ഈ കുട്ടികളെ പറ്റിപ്പിക്കുകയാണെന്നുള്ളത് പിന്നീട് ഇവർ വലുതായതിനു ശേഷമാണ് മനസ്സിലായത്. അപ്പോൾ ഒരു കഥയായിട്ട് ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങളെപ്പോഴും മിക്കവാറും ഈ കഥകൾ കേട്ടിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ, ഈ കഥയും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയുന്നു, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.